മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. സംഘർഷങ്ങൾക്കിടയിൽ ഇന്നും ധർമ്മസ്ഥലയിൽ തിരച്ചിൽ തുടരും. 13-ാം പോയിന്റ് കേന്ദ്രീകരിച്ചാണ് പരിശോധന. ഇന്നലെ ഒരു സംഘം ആയുധങ്ങളുമായി എത്തി മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചിരുന്നു. 5 മാധ്യമപ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. SIT സംഘം പ്രതികളിലേക്ക് എത്തുമ്പോൾ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് സംഘർഷമെന്ന് സമരസമിതി പ്രവർത്തകർ ആരോപിച്ചു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, സംഘർഷങ്ങൾക്കിടയിലും ഇന്ന് ധർമ്മസ്ഥലയിൽ തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് പ്രധാനമായും എവിടെയൊക്കെയാണ് തിരച്ചിൽ നടത്തുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. ആതിര, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 13-ാമത്തെ പോയിന്റിലാണ് പ്രധാനമായും പരിശോധന നടത്തുക. ഇന്നലെ 13-ാമത്തെ പോയിന്റിൽ പരിശോധന നടത്താനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. പിന്നീട് ശുചീകരണ തൊഴിലാളിയുമായി സർപ്രൈസ് സ്പോട്ടിലേക്ക് പോവുകയായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം. അതിനുശേഷം ഇത്തരത്തിൽ സർപ്രൈസ് സ്പോട്ടിലെ പരിശോധനകൾ വേഗം തന്നെ പൂർത്തിയാക്കി SIT സംഘവും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും ഇവിടെ നിന്ന് മടങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിലുള്ള അതിക്രമം ഉണ്ടായത്. 100-ലധികം ആളുകൾ സംഘടിച്ചെത്തി മാരകായുധങ്ങളുമായി എത്തി ഇവരെ ആക്രമിക്കുകയായിരുന്നു. വാഹനങ്ങൾക്കും മറ്റ് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ വലിയ സംഘർഷ സാധ്യതയാണ് ഈ ധർമ്മസ്ഥലയിൽ ഉടലെടുത്തത്. ഒരു പറ്റം ആളുകൾ, അതായത് ഈ SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു പറ്റം ആളുകളും എതിർക്കുന്ന ഒരു പറ്റം ആളുകളും തമ്മിലാണ് വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായത്. ഈ SIT അന്വേഷണത്തെ എതിർക്കുന്നവർ രാത്രിയിൽ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് ഇവർ ഇവിടെ അഴിച്ചുവിട്ടിരിക്കുന്നത്. സൗജന്യയുടെ വീട്ടിലേക്ക് പോകുന്ന ഭാഗത്തെ റോഡുകളെല്ലാം തന്നെ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. സൗജന്യയുടെ പോസ്റ്റർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള അത്തരത്തിലുള്ള കുറിപ്പുകളെല്ലാം തന്നെ നശിപ്പിക്കുകയുണ്ടായി. സൗജന്യയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ മാർക്കിംഗ് എല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇന്നലെ ഇവിടെ അയച്ചുവിട്ടിരിക്കുന്നത്. ഇതിന് മറുപടിയായി മറ്റ് സമരസമിതി പ്രവർത്തകരും വലിയ രീതിയിൽ സംഘടിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവർ ഇന്നലെ രാത്രി ഉജിരയിലാണ് സംഘടിച്ചെത്തിയത്. ഇന്നലെ രാത്രി 9 മണിയോടെ 3000-ലധികം ചെറുപ്പക്കാരടങ്ങുന്ന യുവാക്കൾ അടങ്ങുന്ന ഒരു പറ്റം ആളുകളാണ് ഉജിരയിൽ സംഘടിച്ചത്. എന്തായാലും അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സംഘർഷ സാധ്യത ഉണ്ടാക്കുന്നത് എന്നാണ് ഇവർ പ്രധാനമായും ചോദിക്കുന്നത്. പ്രതികളിലേക്ക് എത്തുമ്പോൾ അന്വേഷണം അട്ടിമറിക്കാനും കലാപമുണ്ടാക്കുവാനുമുള്ള ഒരു ശ്രമമാണ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ വലിയ രീതിയിൽ ഡി ഗ്യാങ് പ്രവർത്തിച്ചിരുന്നു. ഈ ഡി ഗ്യാങ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഇവർ ഈ വലിയ രീതിയിലുള്ള ഗുണ്ടാരാജ്യം നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ SIT അന്വേഷണം വരുമ്പോൾ അവർ പേടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് സമരസമിതി പ്രവർത്തകരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു പ്രദേശമായിട്ട് കൂടിയും പോലീസ് വലിയ രീതിയിലുള്ള കാവലുകളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം. സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്തുന്നതിന് പോലും വലിയ രീതിയിലുള്ള വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് 13-ാമത്തെ പോയിന്റിൽ തിരച്ചിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. അന്വേഷണവുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെ ഇവർ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 13-ാമത്തെ പോയിന്റിൽ ഇത്തരത്തിൽ അന്വേഷണം നിർത്തണമെന്നൊരു ശാഠ്യം ചിലർക്കുള്ള പ്രതീതിയാണ് ഇപ്പോൾ ഇവിടുന്ന് സൃഷ്ടിക്കപ്പെടുന്നത്. കാരണം 14-ാമത്തെയും 15-ാമത്തെയും സ്പോട്ട് എന്ന് പറയുന്നത് ഒരു ഉന്നതന്റെ എസ്റ്റേറ്റ് പറമ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അന്വേഷണം ആ ഭാഗത്തേക്ക് നീളാതിരിക്കാനുള്ള പരമാവധി ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഗുരുതര ആരോപണങ്ങളാണ് സമരസമിതി പ്രവർത്തകർ ഉന്നയിക്കുന്നത്. എന്തായാലും പരിക്കേറ്റ 5ഓളം മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ചികിത്സയിലാണ്. ഉജിരയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇവരെ ഈ മാധ്യമ പ്രവർത്തകരെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ട് 100-ലധികം പേർ കൂടി ചവിട്ടി കൂട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതീവ മൃഗീയമായിട്ടാണ് ഇവർ ഈ മാധ്യമ പ്രവർത്തകരോട് തന്നെ പെരുമാറിയിട്ടുള്ളത്. അങ്ങനെ ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പോലീസിനെ നമുക്ക് ഇന്നലെ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഈ കലുഷിത ഭൂമിയിൽ നമ്മൾ നേരിട്ടെത്തിയതാണ്. അപ്പോൾ പോലീസ് പറഞ്ഞത് നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് മാറണം, ഞങ്ങൾക്ക് സുരക്ഷ നൽകാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് പോലും ഇവിടെ ഒരു വിലയുമില്ലാത്ത അത്തരം കാര്യങ്ങളെ പോലും മാനിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥരായാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും
വലിയ രീതിയിൽ ആളുകൾ സംഘടിച്ചെത്തുന്നുണ്ട്. ഉജിരയിൽ വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട സമരസമിതിയുടെ പ്രവർത്തകർ ഒത്തുകൂടിയിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഏറ്റവും നിർണായകമായ ഒരു ദിനം കൂടിയായിരുന്നു. അതായത് ഈ അന്വേഷണത്തിന്റെ പുരോഗതി മാധ്യമങ്ങളെ അറിയിക്കാൻ DGP ഒരു വാർത്താ സമ്മേളനം ഇന്നലെ വിളിച്ചിരുന്നു. ഈ വാർത്താ സമ്മേളനം വിളിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ ഈ ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ DGP ഈ വാർത്താ സമ്മേളനം റദ്ദാക്കി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതുവരെ ഉണ്ടായ അന്വേഷണ പുരോഗതി മാധ്യമങ്ങളെയും ജനങ്ങളെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം നിരവധി തലയോട്ടികളും അസ്ഥികളും വിവിധ പോയിന്റുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം.